ബീഫ് വിറ്റ് തട്ടുകടയ്ക്ക് നേരെ ബി.ജെ.പി. നേതാവിന്റെ ഭീഷണി. CPM കൗൺസിലറുടെ പിന്തുണയും. ബീഫ് വിൽക്കുന്നതിനെതിരെ തട്ടുകടയിലെത്തി ബി.ജെ.പി. നേതാവ് ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. കട നടത്തുന്ന ആബിദയെയും ഭർത്താവ് രവിയെയും പ്രദേശത്തെ ബി.ജെ.പി. നേതാവ് സുബ്രഹ്മണി ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. കോയമ്പത്തൂർ ഉദയംപാളത്താണ് സംഭവം. സ്കൂളും ക്ഷേത്രവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ബീഫ് വിൽക്കാനാകില്ലെന്നാണ് ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. പ്രദേശവാസികൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഇതെന്നാണ് സുബ്രഹ്മണി കട ഉടമകളോട് പറഞ്ഞത്. പ്രദേശവാസിയും CPM കൗൺസിലറുമായ രാമമൂർത്തിയും തീരുമാനത്തിന്റെ ഭാഗമെന്നും ബി.ജെ.പി. നേതാവ് പറയുന്നു. എന്നാൽ ഇത്തരമൊരു തീരുമാനം അംഗീകരിക്കില്ലെന്ന് കട ഉടമയായ ആബിദ നിലപാടെടുത്തു. തന്റേത് മാത്രമല്ല, സമീപത്ത് മാംസാഹാരം വിൽക്കുന്ന 7 കടകളുണ്ടെന്നും ഇവർ വ്യക്തമാക്കി. തട്ടുകടയിൽ ബീഫ് വിൽക്കരുതെന്ന് ദമ്പതികൾക്ക് ഇയാൾ നേരത്തെയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ബി.ജെ.പി. നേതാവിന്റെ മുന്നറിയിപ്പ് ദമ്പതികൾ തള്ളിക്കളഞ്ഞതോടെയാണ് ഇയാൾ ഭീഷണിയുമായി വീണ്ടും രംഗത്തെത്തിയത്. ആബിദയെ സുബ്രഹ്മണി ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ സുബ്രഹ്മണിക്കെതിരെ പോലീസ് കേസെടുത്തു. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് നൂറുകണക്കിന് ഹിന്ദുത്വ അനുകൂലികൾ സ്ഥലത്ത് പ്രകടനം നടത്തിയതായി റിപ്പോർട്ടുണ്ട്. സ്കൂളിനും ക്ഷേത്രത്തിനും സമീപത്തായാണ് തട്ടുകട പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ചാണ് ഹിന്ദുത്വവാദികൾ പ്രകടനം നടത്തിയത്. അടുത്തിടെയാണ് ഉദയംപാളയത്തെ അംബേദ്കർ കോളനിയിൽ താമസിക്കുന്ന ദമ്പതികൾ SS കുളം മിഡിൽ സ്കൂളിന് സമീപം തട്ടുകട തുടങ്ങിയത്. ആദ്യം ഡിസംബർ 25-നായിരുന്നു ബി.ജെ.പി. നേതാവ് തട്ടുകടയിലെത്തി ദമ്പതികളെ ഭീഷണിപ്പെടുത്തിയത്. പിന്നാലെ ജനുവരി 5-നും വീണ്ടും കടയിലെത്തി ഭീഷണി മുഴക്കുകയായിരുന്നു. തുടർന്നാണ് കോയമ്പത്തൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് യുവതി പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബി.ജെ.പി. നേതാവിനെതിരെ കേസെടുത്തത്.